പ്രിയപ്പെട്ട എല്ലാവർക്കും ഷാക്ക് സഫാരിയുടെ ഇന്നത്തെ രുചികരമായ ഒരു എപ്പിസോഡ്. നമ്മളൊരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഇന്ന്. കാരണം ഞങ്ങളുടെ വീട് ഹാർബറിൽ പോകുന്ന വഴിക്കാണ്, കൊയിലാണ്ടി ഹാർബർ പോകുന്ന വഴിക്കാണ്. നമ്മുടെ വീട് ഒരു 10 മിനിറ്റ് പോയാൽ കൊയിലാണ്ടി ഹാർബർ എത്താം. ഒരുപാട് അയില ഉണ്ടായിരുന്നു. അപ്പോൾ അയില കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊയിലാണ്ടിക്കാർ ചെയ്തൊരു പരിപാടിയാണ് അയില നിറച്ചത്. ഇപ്പോൾ അടുപ്പത്തെ സാധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, അയില നിറച്ചത് നല്ല ടേസ്റ്റ് സാധനമാണ്. അതിനൊരു കോമ്പിനേഷനാണ് അയില നിറച്ചതും പുട്ടും. ഒരു പക്ഷേ ഈ ഏരിയയിൽ മാത്രമാണ് ഈ ഒരു ഫുഡ് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താ സംഭവം വെച്ചാൽ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് സാധാരണ ഈ അയില നിറച്ച കണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ അയിലൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു മീഡിയം സൈസ് അയിലായിട്ടത് ഇവിടെ നമ്മൾ നൂലെടുത്ത് കെട്ടും. വലിയ അയിലൊക്കെയാണെങ്കിൽ ഇവിടെ നൂലൊക്കെ എടുത്ത് കെട്ടും. നൂലെടുത്ത് കെട്ടിയിട്ട് ഇതിനകത്തുള്ളത് ഉള്ളി, പരിപ്പ്, അതുപോലെ മസാലയൊക്കെ ഈ വയറിനകത്ത് നിറക്കും. ഈ വയറിലെ വേസ്റ്റൊക്കെ എടുത്തിട്ട് നിറച്ച് എന്നിട്ട് അത് പൊരിച്ചെടുക്കാതെ ചെയ്യാറ്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഒരു അസാന ടേസ്റ്റുള്ള സാധനമാണ്. ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഇത് എനക്കറിയുന്നതല്ല, എൻ്റെ ഭാര്യയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ കൂടിയിട്ടൊന്ന് ഉഷാറാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. ഉഷാറാക്കി അതിലെ പൊട്ടിക്ക് ഇതിൻ്റെ പുറത്തൊരു പൊട്ടിട്ടില്ലായിരിക്കും. ആവട്ടെ സാറില്ല. എന്തായാലും നമ്മുടെ അയില നിറച്ചതിൻ്റെ എല്ലാ റെസിപ്പി നമ്മളിപ്പോൾ കാണിച്ചു തരും. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ അയില കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി റെസിപ്പി. ഓക്കെ, അപ്പൊ ഇതാ നമ്മൾ അയില നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറക്കാൻ തയ്യാറായിട്ട് കടലപ്പരിപ്പും ഇവിടെ പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. ഉള്ളിയുണ്ട് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില, മുളക് ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് അയില നിറച്ചതിലേക്ക് വേണ്ട റെസിപ്പീസ്. ഇനിയിപ്പോ ഇതാ നന്നായിട്ട് വെളിച്ചെണ്ണ ഡ്രൈഫാണിൽ ഇന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതെന്തിനാ ചൂടാക്കി എടുക്കുന്നത് വെച്ചാൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഈ ചൂടായതിലേക്കാണ് നമ്മൾ ഉള്ളി, അതുപോലെ തന്നെ നമ്മളുടെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. സെറ്റാക്കി ചെറിയൊരു ഇത് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ച ആ കടലപ്പരിപ്പാണ് ഉപയോഗിക്കേണ്ടത്. കടലപ്പരിപ്പാണ് അതിൻ്റെ ടേസ്റ്റ്. അതായത് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ ഇത് പെരുജീരകം പൊടിച്ചതാണ്. പെരുജീരകം പൊടിച്ചത്, മുളക് പൊടി, ഇത് മൂന്നും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിൻ്റെ ഒരു കളറ് സെറ്റായി വരും. കളർ സെറ്റായി ചെറിയൊരു വേവിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതാ ഈ കടലപ്പരിപ്പ്, പുഴുങ്ങി വെച്ച കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. പുഴുങ്ങി വെച്ച കടലപ്പരിപ്പ് നന്നായിട്ട് ഇതുമായിട്ട് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ അയല നിറച്ചത് ഒരു പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അയല കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയലയുടെ നട്ടല് ഭാഗമാണ് കീറി വെക്കേണ്ടത്. പുറം ഭാഗം നന്നായിട്ട് കീറി ഒരു പേസ് കണക്കിയാക്കി വെക്കുക. അതുപോലെ തന്നെ അയലയുടെ നമ്മൾ പൊരിക്കുന്നേരം ആ ഒരു വരയിടുന്നില്ല, അതുപോലെ വരയിട്ട് വെക്കുക. അയല ഇങ്ങനെ എടുത്ത് അത് കീറി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് കീറി ഒരു പേസ് കണക്കെ കീറി വെച്ചിട്ടുണ്ട്. ഈ കീറി വെച്ചതിനകത്തേക്ക് നമ്മൾ ഈ മസാല ഫില്ല് ചെയ്യും. നമ്മൾ ഈ മസാല 1-2 സ്പൂൺ നന്നായിട്ട് ഫില്ല് ചെയ്യുക. വലിയ അയല ആണെങ്കിൽ 4 സ്പൂണൊക്കെ വേണ്ടി വരും. ഇതിപ്പോൾ മീഡിയം സൈസ് അയല ആയതുകൊണ്ട് ചെറുത് മതി. നമ്മളവിടെയൊക്കെ എന്താ വെച്ചാൽ പെട്ടക്കുന്ന മീനാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് മീൻ ടേസ്റ്റിന് വ്യത്യാസം വരില്ല. നല്ല ഫ്രഷ് ടേസ്റ്റിന് നമുക്ക് മീൻ കിട്ടും. അപ്പം ഉണ്ടോ, ഈ പറഞ്ഞ നമ്മളിപ്പോൾ കാണിച്ച മസാലകളൊക്കെ വഴറ്റിയതിന് ശേഷം ആ വഴറ്റി ഇത് സെറ്റായ ആ മസാലയാണ് നമ്മളിപ്പോൾ ഈ മീനിനകത്തേക്കെല്ലാം കയറ്റുന്നത്. ഇതാ നിറച്ചു, എല്ലാത്തിലും ആ മസാല ഫില്ലാക്കി കഴിഞ്ഞു. നന്നായിട്ട് ആ മസാല ഫില്ലാക്കി. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ സാധാരണ നമ്മൾ വലിയ അയിലൊക്കെയാണെങ്കിൽ നമ്മളുടെ വായനാരോ അല്ലെങ്കിൽ ക്ലോത്തിൽ നൂലോ ഉപയോഗിച്ച് കെട്ടും. ചെറിയ സൂചിയൊക്കെ ഉപയോഗിച്ച് തുന്നി കെട്ടിയിട്ടൊക്കെയാണ് സെറ്റാക്കി വെക്കുക. പണ്ടൊക്കെ ഇത് ഉമ്മ ഉണ്ടാക്കുന്നേരം വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പം വൈഫും ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ പഠിച്ചത്. അയില മാത്രമല്ല, കോഴി നിറക്കും ആള്. കോഴി നിറക്കുന്നത് ഇതിന്റെ വേറൊരു ടൈപ്പിലാണ്. അതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിറക്കാനുള്ള അയല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മീൻ മസാല, മുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരുജീരകപ്പൊടിയൊക്കെ ഉള്ള ആ മസാലകൾ കുഴച്ച് നല്ലോണം മീനിനെ മസിൽ പിടിക്കാൻ അവിടെ വെക്കുക. ഒരു 10 മിനിറ്റ് മസിലവിടെ പിടിച്ച് നോക്കട്ടെ. നല്ലോണം മസാല ഒക്കെ തേച്ച് മീൻ ഒരു ഉഷാറാക്കി എടുക്കുന്നുണ്ട്, മൊഞ്ചാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, എണ്ണ ഒരു ഭംഗിയാ നോക്കിയതാ. അതോ മസാല ഒക്കെ തേച്ച് ആ പരിപ്പ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതിലും മസാല തേക്കും. പൊരിക്കുന്നതിൽ ആ പരിപ്പ് പാടിട്ട നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം പൊരിക്കാനുള്ള തയ്യാറെടുപ്പിൽ മീനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ട്രൈഫാനിലേക്ക് നമ്മൾ അയിലയെ അതിലിട്ട് കൊടുക്കും. ഇങ്ങനെ ട്രൈഫാനിലേക്ക് അയില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഓരോന്നായിട്ട് ഞങ്ങൾ 4 പേരുണ്ട് ഇവിടെ. അപ്പോൾ ഓരോരുത്തർക്കും 2 എന്നുള്ള കണക്കെയാണ് ഞങ്ങളിപ്പോൾ പൊരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ അയില തിരിച്ചും മറിച്ചും മിനിഫോ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം എല്ലാ ഭാഗത്തും പൊരിഞ്ഞ് കിട്ടണം. പിന്നെ ഈ അയില വെന്ത് വരുമ്പോൾ ഈ മസാലയും ആ മീറ്റുമായിട്ട് ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് അപ്പുറം ഇളക്കി കൊടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അയില ഏകദേശം പൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി, ഇപ്പം പുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി പുട്ടും അയില നിറച്ചത്, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പുട്ടും അയില നിറച്ചത് ഇതാ. അപ്പോൾ നമ്മൾ സർവിങ് പ്ലേറ്റിലേക്ക് അയില നിറച്ചത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം നമുക്ക് പുട്ടും കുട്ടി ഒരു തട്ട് തട്ടാം. അയില നിറച്ചത് ഓരോന്നായിട്ട് കോരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അയില നിറച്ച് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ പുട്ടും അയില നിറച്ചും പാടെ തിന്നാൻ പോവാണ്. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ പുട്ടിൻ്റെ ഒരു പീസ് എടുക്കുക, ഇതിങ്ങനെ ചേർത്ത് കുഴക്കുക. എന്നിട്ട് ഒരു മീൻ ഇട്ടിട്ട് സൂപ്പർ. അപ്പോൾ റെസിപ്പി എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി അയല കിട്ടുമ്പോൾ, ഇതിനേക്കാളും വലിയ അയലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിന് അയല കിട്ടുമ്പോൾ വീട്ടിൽ പോയി ഇതുപോലെ ചെയ്യുക. നൂല് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് പുറത്തു പോകാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ തൽക്കാലം നിർത്തുന്നു.